ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ശാലിൻ്റെ കൂട്ടുകാരി വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് വേറെ ഒന്നുമല്ല, ഓണമൊക്കെ ആയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം പറയാൻ കേട്ടോ. ഓണത്തിൻ്റെ വീഡിയോസൊക്കെ വേറെ വരുവേ. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് നമുക്കെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് കാശിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാശ്, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കാട്ടിലൊക്കെ പ്രിയപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അതെന്തൊക്കെയാണെന്ന് നമ്മുടെ ഭർത്താക്കന്മാർക്ക് അറിയാവോ എന്നാണ് ഞാൻ പറയണത്. നമുക്ക് കുറച്ച് നിസ്സാര കാര്യങ്ങൾ മതി. ഇപ്പോൾ ഭർത്താക്കന്മാർ വിചാരിക്കും നമുക്ക് കുറേ നല്ല ഫുഡ്, മന്തി അതുപോലെയുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ച് തന്നിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേപോലെയൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഭാര്യമാർക്ക് ഒത്തിരി സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഇവർക്കറിയാവോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയണത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നണത് നമ്മൾ ഒത്തിരി ടെൻഷനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ചിലപ്പോൾ അവർ നോക്കുമ്പോൾ ചെറിയ കാര്യമായിരിക്കും, മറ്റുള്ളവർ നോക്കുമ്പോൾ ചെറിയ കാര്യമായിരിക്കും. പക്ഷേ നമ്മളൊരു ടെൻഷനിലിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തി എല്ലാം ശരിയാകും, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നമുക്കൊരു കൈ തന്ന് നമ്മളെ ഒന്ന് പൊക്കിയെടുക്കാൻ ഉള്ളൊരു മനസ്സ്, അത്രയും മതി. ഒരു പെണ്ണിന് ഒരു ടെൻഷനായിട്ടിരിക്കുമ്പം എന്നാന്നൊന്ന് ചോദിക്കാം, എന്നാന്ന് പറ, നമുക്കതിന് എന്ത് തന്നെയായാലും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊന്ന് ചേർത്ത് നിർത്തുക. അത്രയും ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ചിലപ്പം അവരുടെ ടെൻഷൻ പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്കൊരു തോന്നലുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് കുറേ ഫ്രീ ആകും അല്ലേ. നമ്മുടെ ടെൻഷനിൽ നമ്മുടെ ഒപ്പം ഒരാളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ പോകും. അതൊന്നാമത്തെ കാര്യം. ടെൻഷനൊക്കെ ഉള്ള നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്ത കാണില്ല. നമ്മുടെ മനസ്സിൽ എന്താണോ ആ ടെൻഷൻ, അത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത. അപ്പം നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എവിടേക്കെങ്കിലും ഒന്ന് പുറത്തോട്ട് പോവാം. ഇപ്പം അങ്ങനെ ഈ ഒരു വൺ ഡേ ട്രിപ്പോ അതേപോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയണത്. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോയി, പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും ഒന്ന് പോയി, അല്ല ചിലപ്പോൾ ഒന്ന് പുറത്ത് പോയി ഒരു കോഫി കഴിക്കേ, ഫുഡ്, ബിരിയാണി, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണത്. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോയി, പുറത്ത് എവിടെയെങ്കിലും പോകുമ്പം ഭാര്യമാരെ ഒന്ന് കൂട്ടുക, എവിടെയെങ്കിലും ഒന്ന് പോവാം, മനസ്സൊന്ന് ഫ്രീ ആക്കുക, അത്രയേ ഉള്ളൂ. അത്രയും ചെയ്താൽ അവരുടെ മൈൻഡ് ഫ്രീ ആകും അല്ലേ. മിക്കവരുടെയും ഒരു സ്ത്രീകൾ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അല്ലാതെ അവർക്ക് കുറേ, അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ് വീട്ടിൽ, ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇത് നമ്മൾ ടെൻഷനായിരിക്കുമ്പോൾ നമുക്ക് ഒരു വാക്ക് നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ പകുതി കൂടുതൽ ഒരു 90% ടെൻഷൻ നമ്മുടെ പോകും അല്ലേ. അങ്ങനെ പറയാൻ ഒരാളുണ്ടെന്ന് നമുക്ക് തോന്നുമ്പം നമ്മുടെ പകുതി കൂടുതൽ ടെൻഷൻ പോകും. പിന്നെ മൂന്നാമതുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒന്ന് കേൾക്കാനായിട്ട്, നമ്മുടെ ടെൻഷൻ എന്നാ. ഇപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷനായിട്ടിരിക്കണയാണോ എന്ന് മനസ്സിലാവില്ല, അവരോട് ദേഷ്യം കയറിയിരിക്കണയാണോ എന്ന് മനസ്സിലാവില്ല. മിക്കവർക്കും നമ്മളൊരു ടെൻഷനിലിരിക്കുകയാണെങ്കിൽ അവർ വിചാരിക്കുക അവൾ മോന്തം കയറ്റി പിടിച്ചിരിക്കുക എന്ന് പറയും. ചിലർ, എല്ലാവരും അല്ല കേട്ടോ, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഭാര്യയുടെ മുഖം മാറിയാൽ മനസ്സിലാകണവരുണ്ടാകും, അവരുടെ കാര്യങ്ങൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകണവരുണ്ടാകും. ഞാൻ അങ്ങനത്തെ ആളുകളെ അല്ല കേട്ടോ പറയണത്. ഇപ്പോൾ ഭാര്യയ്ക്കൊരു ടെൻഷനായിരിക്കുമ്പം എന്നത്തെ പോലെ അവർക്ക് പെരുമാറാൻ പറ്റിയെന്ന് വരില്ല. പിള്ളേരുടെ കാര്യത്തിലായാലും ഭർത്താവിൻ്റെ കാര്യത്തിലായാലും ചിലപ്പോൾ ചെറിയ ചെയ്യണത് എന്നാന്നോ പറയണത് എന്നാന്നോ അറിയാൻ മേലാത്തൊരു സ്റ്റേജൊക്കെ കാണും. ആ ഒരു അവസ്ഥയിൽ നമ്മളെ ഒന്ന് കേൾക്കാൻ, നമ്മുടെ മൈൻഡ് എന്താണെന്നൊന്ന് കേൾക്കാനുള്ള മനസ്സ് ഭർത്താക്കന്മാർ കാണിച്ചാൽ തന്നെ നമ്മൾ ചിലപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും.
കുറച്ച് നേരം കേൾക്കുക, നമ്മളെ ഒന്ന് കേൾക്കുക. അല്ലാതെ ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പം ഇത് സ്ഥിരം തന്നെയല്ലേ, ഇത് എന്നും ഈ പറയണല്ലേ, ചെവിക്കൊന്ന് സ്വൈര്യം എന്താ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ആ ടെൻഷനല്ല, അപ്പോൾ നമുക്കൊരു സങ്കടമായിരിക്കും തോന്നണത് എന്നുള്ളൊരു ഫീല്. അതപ്പോൾ ഒന്ന് ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടും. നമ്മളെ ഒന്ന് കേൾക്കുക, എന്നിട്ട് വലിയ കാര്യമായിരിക്കും, ഇതാണോ കാര്യം, ഇതൊക്കെ സിമ്പിളല്ലേ, ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി കൂടുതൽ ടെൻഷനും പോകും. എന്നിട്ട് ഇപ്പോൾ ശരി, അപ്പോൾ നമ്മൾ പറയണ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ പറയണ എല്ലാം കേട്ട് നമ്മളെ ഒന്ന് വെറുതെ ഒന്ന് കെട്ടിപ്പിടിക്കുക, നമ്മുടെ നെറ്റിത്തൊരു ഉമ്മ തരിക, ഇത്രയും ചെയ്താൽ തന്നെ. അപ്പം നെറ്റിത്ത് ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാത്സല്യത്തിൻ്റെ ഒരു ഇതാണ്. ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ പകുതി കൂടുതൽ കാര്യങ്ങളും അല്ലേ, പകുതി കൂടുതൽ ടെൻഷനും പോകും. ഇത്ര ഉള്ളോ കാര്യം എന്ന് ചോദിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ ടെൻഷനും പോകും. അല്ലേ, ഞാൻ പറയണ ശരിയാന്ന് എത്ര സ്ത്രീകൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയണ കാര്യം ശരിയല്ലേ? നമ്മൾ നിസ്സാര കാര്യങ്ങൾ മതി ഭാര്യമാർക്ക് സന്തോഷിക്കാനായിട്ടല്ലാതെ അവരെ സിംഗപ്പൂർ കൊണ്ടുപോകണം, അതുപോലെ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകണം. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും അവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം നിൽക്കാന്നുള്ളത്, നിൻ്റെ സങ്കടങ്ങളിൽ ഒരു താങ്ങായിട്ട് ഞാൻ മരണം വരെ ഉണ്ടാകും എന്നൊരു വാക്ക് പറഞ്ഞാൽ അവർക്കുണ്ടാവണ സന്തോഷം, അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത സന്തോഷമാണ് ആ ഒരു വാക്ക് കേൾക്കണത്. ആ ഒരു വാക്ക് കേട്ടാൽ മതി അവരുടെ. അപ്പം നമുക്ക് തന്നെ ഒരു ആശ്വാസം തോന്നും, എനിക്ക് എന്ത് സംഭവിച്ചാലും, എന്ത് ടെൻഷനുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ അതിനൊരു പരിഹാരം കിട്ടും എന്നുള്ളൊരു ഫീല് വന്നാൽ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് അതൊരു ഭയങ്കര ആശ്വാസമാണ്. പക്ഷേ ഇപ്പോൾ ഭർത്താക്കന്മാർക്ക് അത് കേൾക്കാൻ സമയമില്ല, നീയും നിൻ്റെ കുറേ കാര്യങ്ങൾ എന്ന് പറയണ കുറേ പേരുണ്ട്. ഇവർക്ക് എപ്പോഴും ഫോണിൽ തോണ്ടിയിരിക്കാനും കൂട്ടുകാരന്മാരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അല്ലേ ഒക്കെ ആയിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് കേൾക്കുക, ഇതുള്ളോ ഇത്രയേ ഉള്ളോ അതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ, പരിഹരിച്ചില്ലെങ്കിൽ പോലും പരിഹരിക്കാമെന്നൊരു വാക്ക് പറഞ്ഞാൽ തന്നെ നമുക്കത് ഭയങ്കര ആശ്വാസമായിരിക്കും. അപ്പം നമ്മളെ അവർ പരിഗണിക്കണമുണ്ടല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ പകുതി കൂടുതൽ പ്രശ്നങ്ങളും തീരും. പിന്നെ നമ്മൾ പറയാതെ തന്നെ അവർ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. ഞാൻ ഇത് മനസ്സിലാഗ്രഹിച്ച കാര്യമാണല്ലോ. ഞാൻ പറയണത് ഈ ഡ്രസ്സ് മേടിക്കണ കാര്യമോ, പുറത്ത് പോയി ഫുഡ് കഴിക്കണ കാര്യമോ, ടൂറ് പോണ കാര്യമോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ടെൻഷനും, ഇപ്പം നമ്മളൊരു ടെൻഷനായിരിക്കുമ്പോൾ എന്നാ പറ്റി ഇന്ന്, എന്നാ ഒരു ടെൻഷൻ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ടെൻഷൻ പകുതി കൂടുതലും പോകും. അല്ലാതെ ഇന്ന് രാവിലെ തൊട്ട് നീ മോന്തയും കയറ്റി പിടിച്ചിരിക്കണയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ടെൻഷൻ ഇരട്ടിയാകും. അപ്പം നമ്മളെ അവർ മനസ്സിലാക്കണില്ല. നമ്മളെ മനസ്സിലാക്കണുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ പകുതി കൂടുതൽ ടെൻഷനും പോകും. പിന്നെ നമ്മളെ അവർ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളോട് എന്തെന്നാ പറ്റിയ ഭയങ്കര ടെൻഷനായിട്ടാണല്ലോ ഇരിക്കണേ എന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മളെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ അവർ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? സ്ത്രീകൾക്ക് അത്രയും മതി. ഇപ്പോൾ ജസ്റ്റ് ഇന്നിപ്പം നിനക്ക് വയ്യേ, മിക്ക സ്ത്രീകളും അനുഭവിക്കണ ഒരു കാര്യമാണ് വയറുവേദന എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഒന്ന് കിച്ചണിലൊന്ന് സഹായിക്കുക, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഒട്ടും വയ്യെങ്കിൽ നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി, മേടിക്കണ്ട. അപ്പോൾ എന്നാൽ നമുക്കിന്ന് നിനക്ക് വയ്യെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് അപ്പോൾ പറഞ്ഞ് എന്നാൽ മേടിക്കുമെന്ന് പറയില്ല. മിക്ക സ്ത്രീകളും പറയും വേണ്ട, ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നേ പറയുള്ളൂ. കാരണം ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസം, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങൾ ഇത്ര ഇതുണ്ടല്ലോ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വയ്യെങ്കിലും നമുക്ക് എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അല്ലേ? ചെയ്യാൻ തോന്നും. അങ്ങനെ തന്നെയാണ് ഒരു 90% പേരും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു ഫുഡ് മേടിക്കാൻ പോകുന്നത് വേണ്ട, ഉണ്ടാക്കാം, വെറുതെ എന്തിനാ കാശ് കളയണേന്നേ പറയുള്ളൂ. ഒരു 90% പേരും അങ്ങനെ പറയുള്ളൂ. പിന്നെ വീട്ടിലെ ഫുഡ് ഇഷ്ടമല്ലാത്തവർ തിരിച്ചും പറയും കേട്ടോ, അങ്ങനെയുണ്ട്. എന്നാലും
സാധാരണ ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്, അല്ലാതെ ഈ ഒത്തിരി അങ്ങറ്റത്തുള്ളവരുടെ കാര്യമൊന്നുമല്ല പറയണം. അവർ ഇങ്ങനെയൊന്നുമല്ല, അവർ നേരെ തിരിച്ചാണ്. അപ്പം അത് ഓർക്കണം കേട്ടോ. ഞാൻ സാധാരണക്കാരുടെ, എന്നെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാരുടെ കാര്യങ്ങളാണ് ഞാനീ പറയണത്. അപ്പോൾ അതേപോലെ നമുക്ക് മനസ്സിൽ വല്ലാത്ത ഒറ്റപ്പെടൽ പോകുന്ന നമ്മളിങ്ങനെ ഇതായിട്ടിരിക്കുന്ന അവസരങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ തോളത്തൊന്ന് തട്ടി പോട്ടെ ശരിയാക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ പോലും ആ സ്ത്രീക്ക് അത് മതി. ഒരു സ്ത്രീക്ക് അത്രയും കേട്ടാൽ മതി. അത്രയും കേട്ട് കഴിഞ്ഞാൽ തന്നെ അവൾക്ക് തോന്നും, ആ എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ ഭർത്താവ് എനിക്ക് കൂട്ടായിട്ടുണ്ട്, ഞാൻ താഴെ തളർന്നു പോകുമ്പം എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ഭർത്താവുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ തന്നെ ആ സ്ത്രീക്ക് എന്തായാലും അവൾക്ക് പിന്നെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ല. അവൾ ആ തന്നെ ഒരു ഊർജം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഊർജ്ജമാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താവുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര ഊർജ്ജമാണ്. അതിൽ നമുക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മൾ താനെ നമ്മുടെ ടെൻഷനൊക്കെ മറന്ന് നമ്മൾ ആ തളർച്ചയിൽ നിന്ന് എന്തായാലും എഴുന്നേക്കും, അത് ഉറപ്പാണ്. അതേപോലെ പറയണത്, എന്ത് പ്രശ്നം വന്നാലും നിനക്ക് എന്നോട് പറയാം എന്നൊരു ആൾ പറഞ്ഞാൽ, ഒരാൾ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യമാണ് കേട്ടോ. ഇത് നേരെ തിരിച്ചു ആകാവേ. അപ്പോൾ ഒരു ഭാര്യയോട് പറയാണ്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം എന്ത് തന്നെ ആയാലും ഞാൻ പരിഹരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ കൂടെ ഞാൻ മരണം വരെ നിന്നോടൊപ്പം നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് അതിന് കിട്ടണ ഒരു ധൈര്യം എന്ന് പറയണത് ഭയങ്കര, അത് വേറെ ഒരു എവിടെ നിന്നും കിട്ടിയില്ല ആ ധൈര്യം എന്ന് പറയണത്. അപ്പോൾ ഭർത്താക്കന്മാർ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ഒരു 90% സ്ത്രീകളും വെറുതെ ചിലപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഹോർമോൺ ചേഞ്ചൊക്കെ വന്ന സമയങ്ങളിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പം നമ്മളെ ആ ദേഷ്യം, അവൾ എന്തുകൊണ്ടാണ് ആ ദേഷ്യം, ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, ചിലപ്പോൾ പിള്ളേരോടായിരിക്കും ഒക്കെ ദേഷ്യപ്പെടും. അപ്പോൾ ഭർത്താവ് മനസ്സിലാക്കണം. അപ്പോൾ അവൾ തുടങ്ങി, അവൾക്ക് ഭ്രാന്ത് തുടങ്ങി എന്ന് പറയുമ്പം നമുക്കൊന്നും കൂടി ഭയങ്കര ഇറിറ്റേഷൻ കൂടുകയുള്ളൂ. അപ്പോൾ പിള്ളേരോടാണെങ്കിൽ എടാ അമ്മയ്ക്ക് വയ്യാണ്ടല്ലേ അമ്മ പറയണ കേക്ക് എന്നൊരു വാക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാവണ ആ ഒരു ഫീല് അത് ഭയങ്കര അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ദേഷ്യം പകുതി കുറയും അല്ലേ. സ്ത്രീകൾക്ക് ഈ ഹോർമോൺ ചേഞ്ച് വന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. ചിലർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും, ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എനിക്കൊക്കെ ഭയങ്കര ദേഷ്യം കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യത്തോട്ടനെങ്കിലും പിടിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാവശ്യമില്ലാത്ത കാര്യത്തിനായിരിക്കുള്ളൂ നമുക്ക് ഭയങ്കര ദേഷ്യം. അപ്പം പിന്നെ നമ്മൾ ചിന്തിക്കും പിള്ളേർ തന്നെ ഈ അമ്മയ്ക്ക് എന്താണ് ഭ്രാന്ത എന്ന് ചോദിക്കും നമ്മളോട്. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ ആ ഹോർമോൺ ചേഞ്ചിൻ്റെ ആ ഒരു വ്യത്യാസം കൊണ്ട് വന്ന പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഭർത്താവ് നമ്മളോടൊപ്പം നിൽക്കുമ്പം നമുക്കുണ്ടാവുന്ന സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അതൊരു മനസ്സിലാക്കി എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയണേ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യമാർക്കൊരു താങ്ങായിട്ട് എപ്പോഴും നിങ്ങൾ വേണം. നിങ്ങളെപ്പോഴും ഫോണിൽ തോണ്ടിയും നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം നോക്കാതെ ഭാര്യമാരുടെ കാര്യം കൂടി കുറച്ച് ഭാര്യമാരോടൊന്ന് സംസാരിക്കാനോ വെറുതെ ഒന്ന് പുറത്തു പോകാനോ അങ്ങനെയൊക്കെ ഒത്തിരി സമയമൊന്നും വേണ്ടാന്നേ. നിങ്ങളുടെ കുറച്ച് സമയം, ഇപ്പോൾ ഒരു വലിയ ടൂർ പോകാനോ അങ്ങനെ ഇങ്ങനെ ഒന്നല്ല പറയണത്. ജസ്റ്റ് ചിലപ്പോൾ ഭാര്യമാരൊക്കെ വെറുതെ വീട്ടിലിരിക്കണവരായിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ ഭ്രാന്ത് കയറണം വെറുതെ വീട്ടിലിരിക്കുമ്പോൾ. എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഇതേപോലെയുള്ള ടെൻഷനൊക്കെ വരുമ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഒത്തിരി ദൂരമൊന്നും വേണ്ട, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിലോ തട്ടുകടയിലോ എവിടെയെങ്കിലും ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു കോഫി കുടിക്കുക അല്ലെ എന്തെങ്കിലും കഴിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ റിലാക്സ് ആവും. അപ്പം ഇത്രയൊക്കെ മതി സ്ത്രീകൾക്ക്. ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ അടുക്കളയിൽ കയറിയല്ലാത്ത ആളാണെങ്കിലും ഇപ്പോൾ പറയാണ് നിനക്ക് വയ്യല്ലോ ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ സ്ത്രീകൾക്കുണ്ടാവുന്ന സന്തോഷം പറയാൻ പറ്റില്ല. അതുപോലത്തെ സന്തോഷമായിരിക്കുള്ളൂ. അപ്പോൾ അവർ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ പറയും. അപ്പോൾ അല്ലെങ്കിൽ കൂടെ ഒന്ന് കൂടി കൊടുക്കുക. ഇത് നമ്മൾ രാവിലെ തൊട്ട് കിടന്ന് ഇങ്ങനെ പണിയെടുത്താൽ അവർ ടി വിയും കണ്ട് മൊബൈലും തോണ്ടി കൂട്ടുകാരെയും വിളിച്ച്
ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ഒന്നും കൂടി ദേഷ്യം കയറിയല്ലേ, പാതിരാത്രി ആയാലും നമുക്ക് കിടക്കാൻ പറ്റൂല. അതുപോലെയൊക്കെ നമ്മുടെ പണി ഒരിക്കലും തീരൂല. അപ്പം ഒന്ന് ശ്രദ്ധിക്കുമ്പം നമുക്കുണ്ടാവണ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലത്തെ സന്തോഷമായിരിക്കും അല്ലേ. ഇത്രയൊക്കെ മതി ഒരു പെണ്ണിന് സന്തോഷിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നണവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണം, ശരിയാണെങ്കിൽ ശരിയാണെന്ന്. ഇപ്പം ആണുങ്ങൾക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആണുങ്ങളെ കുറ്റം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് ഇത്രയും മതിയെന്ന് ഞാൻ പറയണതാണ്. അത്രയൊക്കെ മതി, നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം നിസ്സാര കാര്യങ്ങൾ മതി സ്ത്രീകൾക്ക് സന്തോഷിക്കാനായിട്ടല്ല. അത് നിങ്ങൾ വിചാരിക്കണ പോലെ കരിമീനോ മന്തിയോ അൽഫാമോ ഇതൊക്കെ കിട്ടണേക്കാട്ടിൽ സന്തോഷമായിരിക്കും അവരുടെ ടെൻഷനിൽ അവരെ ഒന്ന് മനസ്സിലാക്കുമ്പോഴും, അവർക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുമ്പോഴും, ഒന്ന് ചേർത്ത് നിർത്തുമ്പോഴും ഒക്കെ കിട്ടുന്ന സന്തോഷം. ഇപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പം അവരെ ഒന്ന് കൂട്ടണതും അതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അതിലും കൂടുതൽ സന്തോഷമൊന്നും അവർക്ക് വേണ്ട. പുരുഷന്മാർ വിചാരിക്കാം ഞാൻ ഇവക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നാലും ഈ ഒരു വാക്കൊക്കെ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെ കാര്യങ്ങളാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.